പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. അനിൽ ആന്റണി തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 17-ാം തീയതി പത്തനംതിട്ടയിലേക്ക് അങ്ങയുടെ പ്രചരണത്തിന് വേണ്ടി എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രമാത്രം പ്രതീക്ഷയുണ്ട്? എന്തിനെക്കുറിച്ച് പ്രതീക്ഷയുണ്ടോ? വിജയത്തെക്കുറിച്ച് എത്രമാത്രം പ്രതീക്ഷയുണ്ട്? അതോടൊപ്പം തന്നെ മോദിജി നേരിട്ട് പ്രചരണത്തിന് എത്തുന്നു. അത് എത്രമാത്രം വോട്ടർമാരിൽ സ്വാധീനം ചെലുത്താനുള്ള ഒരു സാധ്യതയുണ്ട്? ഞാനിപ്പം തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷന് ശേഷം അടുത്ത ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ ഈ മണ്ഡലത്തിലുണ്ട്. എല്ലാ ദിവസവും വളരെ വ്യക്തമായി ഞാൻ പറയുന്നൊരു കാര്യമാണ്, 100% വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പ്രതിനിധീകരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവ് ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിന്റെ പ്രതിനിധി തന്നെയാണ് ഞാൻ മാത്രമല്ല എല്ലാ NDA സ്ഥാനാർത്ഥികളും. കഴിഞ്ഞ 10 വർഷം നമ്മൾ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വികസനം ചെയ്തിട്ടുണ്ട്. വികസനത്തോടൊപ്പം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയും സാമൂഹികവും സാമ്പത്തികവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരുപാട് സശക്തീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ഭാഗമായി ഇപ്പം 2019 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇപ്പൊ 2014 വലിയ ഭൂരിപക്ഷത്തോടെയാണ് നമ്മൾ 2019 വിജയിച്ചത്. എങ്കിലും കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ അവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില സ്ഥാപനങ്ങളും കോൺഗ്രസിന് ജയിക്കാൻ ചില സാധ്യതയുണ്ടെന്നെല്ലാം ചില കുപ്രചരണങ്ങളെല്ലാം അവർ നടത്തി. രാഹുൽ ഗാന്ധി വയനാട് നിന്ന സമയത്ത് ഇദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുണ്ടെന്നൊക്കെ നാട്ടുകാരെ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ചിലവർ അത് വിശ്വസിക്കുകയും ചെയ്തു. അത് കാരണമാണ് ദേശീയ രാഷ്ട്രീയത്തിന് വളരെ വിപരീതമായ രീതിയിലൊരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണ്ടത്. പക്ഷേ ഈ 2024 ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമറൂപ് വരെ എല്ലാ സംസ്ഥാനങ്ങളിലും, അതുപോലെ തന്നെ കേരളത്തിലും ഇതെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം, ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി 2014 2019 വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പോവുകയാണ്. ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഒരു പ്രസക്തിയുമില്ലെന്നുള്ള കാര്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ അറിയാം. ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയൊന്നും ആകാൻ പോകുന്നില്ലെന്നുള്ളതും കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ അറിയാം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി, അവർ കേരളത്തിൽ മാത്രമേ ഇന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും ഇന്ന് അവർ വട്ടപൂജ്യമായി മാറിക്കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമാകാൻ അവർക്ക് താല്പര്യം തീർച്ചയായിട്ടും കാണും. അത് കാരണം തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ദേശീയ NDA സ്ഥാനാർത്ഥികൾക്കെല്ലാം ഇവിടുത്തെ ജനങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിൽ വോട്ട് രേഖപ്പെടുത്തും. അത് കാരണം എനിക്ക് വളരെ ഉറപ്പാണ് ജയിക്കും. പിന്നെ 17-ാം തീയതി ശ്രീ നരേന്ദ്രമോദിജി വരുന്നു, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാര്യം കഴിഞ്ഞ 2 മാസമായി മോദിജി ഒരുപാട് പ്രാവശ്യം കേരളത്തിൽ വന്നു, തമിഴ്നാട് പോകുന്നുണ്ട്. അതിനും കാരണമുണ്ട്. കാരണം ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും അപ്രസക്തമായി നമ്മുടെ പ്രതിപക്ഷം. ഇന്നവർ തെറ്റായ ഇന്ത്യയെ തന്നെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില നറേഷൻ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മൾ 300-ലധികം സീറ്റുള്ളൊരു പാർട്ടിയാണ് ലോക്സഭയിൽ. 19 സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്കല്ലെങ്കിൽ സഖ്യകക്ഷികളോടൊപ്പം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ നോർത്തിലായാലും വെസ്റ്റിലായാലും ഈസ്റ്റിലായാലും സൌത്തിലായാലും ഏറ്റവും വലിയ പാർട്ടി നമ്മളാണ്. പക്ഷെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി, അവർ സൌത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇറലവന്റായി. ഇന്ന് ഹിമാചലിൽ അത് എത്ര നാൾ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അതും കൂടെ പോയാൽ ഇന്ന് അവർ വെറും ഒരു സൌത്ത് ഇന്ത്യൻ പാർട്ടിയായി മാറി. അത് കാരണം അവർ ഇന്ന് ഈ സൌത്ത് വേഴ്സസ് നോർത്ത് എന്നൊക്കെ പറഞ്ഞ് ഈ ഇല്ലാത്ത നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സൌത്തും നോർത്തും ഈസ്റ്റും വെസ്റ്റും ഒന്നുമില്ല. നമുക്ക് ആകെപ്പാടെ ഒരു ഭാരതം, ഒരു ഇന്ത്യ മാത്രമേ ഉള്ളൂ. അത് കാരണം തന്നെ ഇതുപോലെയുള്ള ഈ തെറ്റായ നറേഷൻ ഉണ്ടാക്കുന്ന ഈ സമയത്ത് ഈ അസംബന്ധമെല്ലാം ചവിറ്റുകൊട്ടയിലേക്ക് എറിയാൻ ഇവിടെയും വിജയം അനിവാര്യമാണ്. അത് കാരണം കൂടുതൽ സമയം മോദിജി സൌത്ത് ഇന്ത്യയിൽ ചെലവഴിക്കുന്നു. അതിന്റെ ഭാഗമായി കേരളത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ അതിന്റെ എഫക്ട് എങ്ങനെയായാലും നമ്മൾ കാണും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ മോദിജിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹം ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നിരവധി NDA സ്ഥാനാർത്ഥികൾ, BJP സ്ഥാനാർത്ഥികൾ ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും, അതിലൊരു സംശയവുമില്ല. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം A ക്ലാസ് മണ്ഡലമായാണ് NDA നേതൃത്വം, ഒപ്പം തന്നെ BJP നേതൃത്വവും കരുതുന്നത്.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ തന്നെയാണ് മത്സരിച്ചത്. പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കെ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അങ്ങിപ്പോൾ നിൽക്കുന്നത് കോന്നി നിയമസഭാ മണ്ഡലത്തിലാണ്. പക്ഷേ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കെ സുരേന്ദ്രൻ വിജയിക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടുകൾ നേടി, ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ടുകൾ നേടി. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രന്റെ വോട്ട് വിഹിതം കുറയുകയാണ് ചെയ്തത്. അന്നും നരേന്ദ്രമോദി കെ സുരേന്ദ്രന് വേണ്ടി പ്രചരണത്തിനായി കോന്നി നിയമസഭാ മണ്ഡലത്തിൽ എത്തിയിരുന്നു. ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പും ഒരു ദേശീയ തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ ഒരു എംപിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല ഇത്. അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കും, ഇന്ത്യ ആര് നയിക്കും, അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും, അതിനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതിന്റെ പാർലമെന്ററി സിസ്റ്റത്തിൽ എംപിമാരെ തെരഞ്ഞെടുക്കുന്നു. അത് കാരണം ഓരോ വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യുന്നതോ മറ്റേതെങ്കിലും ഒരു NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതോ അത് നമുക്കുള്ള വോട്ടല്ല, അത് ശ്രീ നരേന്ദ്രമോദിജിക്കുള്ള വോട്ടാണ്. പക്ഷെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇക്വേഷൻസ് വേറെയാണ്. കാര്യം അത് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല, അത് സംസ്ഥാനമാര് ഭരിക്കും എന്നുള്ള തെരഞ്ഞെടുപ്പാണ്. അതിന്റെ രാഷ്ട്രീയ ഇക്വേഷൻസ് വളരെ വ്യത്യാസമാണ്. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അത് കാരണമാണല്ലോ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 19 സീറ്റ് ഉണ്ടായിരുന്നു, LDFന് 1 സീറ്റേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് 18 മാസം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ പിന്നെയും 2016 വലിയ ഭൂരിപക്ഷത്തോടെ LDF തിരിച്ചു വന്നു. അതിനൊക്കെ കാരണം ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും രണ്ട് ഡിഫറന്റ് രീതിയിലാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മോദിജിക്ക് അദ്ദേഹത്തിന് അനുകൂലമായി വലിയൊരു ജനവികാരമാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ളത്. അത് കാരണം തന്നെ ഇപ്പം പഴയ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും, പ്രത്യേകിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദേശീയ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഇപ്പം പത്തനംതിട്ടയായാലും തൃശ്ശൂരായാലും പല മണ്ഡലങ്ങൾ നമ്മൾ വോട്ട് 2014 വെച്ച് നോക്കുമ്പോൾ ഇരട്ടിയിൽ അധികമാക്കി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതുപോലെ ഒരു മുന്നേറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങ് ഓരോ ദിവസം കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ ആ ഒരു ട്രെൻഡ് നോക്കിക്കാണുമ്പോൾ വോട്ടർമാരിൽ നിന്നും എങ്ങനെയുള്ള പ്രതികരണമാണ് ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിലാക്കാൻ കഴിയുന്നത്? വളരെ നല്ല പ്രതികരണമാണ്. കാരണം എല്ലാവർക്കും ഇവിടെ ഒരു മാറ്റം വളരെ അനിവാര്യമാണെന്നുള്ളൊരു ചിന്താഗതിക്കാരാണ്. അപ്പം മാറി മാറി UDF വരുന്നു, LDF വരുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പൊ പത്തനംതിട്ട, ഞാനിപ്പോ നിൽക്കുന്ന ഈ മണ്ഡലത്തിലൊക്കെ വികസനം ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലം, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നരായ ഒരു ജില്ലകളിലൊന്നാണിത്. ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ജില്ലകളിലൊന്നാണിത്. വളരെ നല്ല മനുഷ്യരുള്ള ഒരു സ്ഥലം, വളരെ പൊട്ടൻഷ്യലുള്ള മനുഷ്യർ. പക്ഷെ ഇവിടെയൊന്നും വികസനമില്ല. ഇവിടെയൊക്കെ ഇപ്പൊ കർഷക സമൂഹം, ഇപ്പം അഖിലേന്ത്യാ തലത്തിൽ മോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞ 10 വർഷം ഏകദേശം 11 കോടി ജനങ്ങൾക്ക് 3 ലക്ഷത്തിലധികം കോടിയാണ് നമ്മൾ പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായിട്ട് കൊടുത്തത്. മോദിജിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മാസങ്ങൾക്ക് മുമ്പേ ക്രോപ്പ് പാറ്റേൺ, അതുപോലെ വെതർ പാറ്റേൺ എല്ലാം നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നു. ഇപ്പൊ ഭാഷിണി പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ പ്രാദേശിക ഭാഷയിൽ അത് കൊടുക്കുന്നു. ഡ്രോൺസ് ഉപയോഗിച്ച് നമ്മൾ നാനോ ഫെർട്ടിലൈസർ കൊടുക്കുന്നു. പക്ഷെ ഇവിടെ ഇന്നും കർഷകരുടെ പ്രശ്നം, ഇതൊക്കെയാണ് നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കർഷകർ ഇന്നും വന്യമൃഗങ്ങളും കാട്ടുമൃഗങ്ങളും കാരണം വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഇപ്പം കേരളത്തിലെ ഈ പ്രദേശങ്ങളും ഇപ്പം NDA ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ ഈ അന്തരവ് കൂടിക്കൂടി വരുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. ഇപ്പം യുവാക്കൾ, ഇവിടെ തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. കാര്യം അത് കാരണമാണ് ഇപ്പം കൂടുതൽ പേർ പോകുന്നു, യുവാക്കൾ പോകുന്നു. പക്ഷെ അവർ തിരിച്ചു വരുന്നില്ല. അതിന് ഏറ്റവും വലിയ കാരണം ഇവിടെ അവസരങ്ങളില്ലാത്തതുകൊണ്ടാണ്. അവർക്കെല്ലാം തൊഴിൽ വേണം. പക്ഷെ ഇവിടെ LDF ആയാലും UDF ആയാലും ഇവിടെ 15 വർഷം ഭരിക്കുന്ന 15 വർഷത്തോളം ഇവിടെ പ്രവർത്തിക്കുന്ന MP, അതുപോലെ മുൻ ധനകാര്യമന്ത്രി, ഇവരൊക്കെ പ്രവർത്തിച്ചിട്ട് ഇപ്പോഴും സ്ഥലം ഇങ്ങനെ തന്നെയാണ്. അത് മാറാൻ സമയമായി. അത് ജനങ്ങൾ വളരെ വ്യക്തമായി എന്നോട് അത് പറയുന്നുണ്ട്. അവർക്കിന്ന് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമാകാൻ അവർക്ക് ഒരുപാട് താല്പര്യമുണ്ട്. കാരണം ഇവർ ഇന്നത്തെ കാലത്ത് എല്ലാവരും വളരെ വെൽ ട്രാവൽഡാണ്. അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു. ഇപ്പൊ ഗുജറാത്തിലായാലും UPയിലായാലും മഹാരാഷ്ട്രയിലായാലും നമ്മളുടെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പോകുമ്പോൾ അവർ അവിടെ കാണുന്നത് 6 വരി പാതകളും 10 വരി പാതകളും 12 വരി പാതകളും അന്താരാഷ്ട്ര നിലവാരമുള്ള എയർപോർട്ടുകളും അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകളും ഇതൊക്കെയാണ് അവർ കാണുന്നത്. എന്നിട്ട് ഈ കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവാൻ അത് നാച്ചുറലാണ്. അത് ഇപ്പോൾ എന്നോട് അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഇവിടെ മാറ്റം അനിവാര്യമാണ്.
LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കും വിദേശത്ത് ജോലി സാധ്യത ഇഷ്ടം പോലെയുണ്ട്. യുവകൾക്ക് അവസരം കൊടുക്കും, അതിനുള്ള പരിശീലന പദ്ധതികളൊക്കെ നടത്തും എന്ന രീതിയിൽ പ്രചരണവും നടത്തുന്നുണ്ട്. അതിനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവർ കഴിഞ്ഞ 10 വർഷമായി ഏകദേശം 7-8 കൊല്ലമായിട്ട് ഭരിക്കുകയല്ലേ, ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇപ്പം അവരുടെ സർക്കാർ പോകാറായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17-ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കായി പ്രചരണത്തിന് എത്തുന്നതിനെ NDA പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഒപ്പം മണ്ഡലത്തിൽ ഇക്കുറി NDAക്ക് വിജയം ഉറപ്പാണെന്ന് സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.